ചിന്ത വിശക്കുന്നവൻ അന്നമാണ് ദൈവം. പക്ഷെ മാഷെ, നാം ദൈവത്തെ പോലെ കരുതുകയും കാഴ്ച നൽകുകയും ചെയ്യുന്ന ജന്മികളാണ് അന്നം നിഷേധിക്കുന്നത്. നാദികത്തിലെ പത്തായങ്ങളിൽ നെല്ലായി കുമിഞ്ഞുകൂടുന്നത് നമ്മുടെ വിയർപ്പും രക്തവുമാണ്. ഇത് വിധിയെന്നോട്ട് സമാധാനിക്കാൻ എനിക്കാവില്ല. അതല്ല, കൽക്കത്തയിൽ നിന്നും ഉയർന്നു കേട്ടത് അതിനെതിരെയുള്ള പോരാട്ട ആഹ്വാനമാണ്. അവർ വെറുതെ വിടുന്നില്ല. പക്ഷേ നാം പതറാൻ പാടില്ല. ഓരോത്തും നെല്ലടിക്കണം. ഈ വിഷുവിനെങ്കിലും ജനങ്ങൾ പട്ടിണി കിടക്കരുത്. ഓരോത്തെ കുഞ്ഞമ്മ തുമ്പിയാണ്ട് പത്തായപ്പുറത്ത് നെല്ലെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. അതെ, ഓരോത്തും നെല്ലെടുപ്പ് സമരം. അതെ, ഓരോത്തും നെല്ലെടുപ്പ് സമരം. 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 ഒരാവശ്യത്തിന് വിളിച്ച ഒരൊറ്റ ഒന്നിനും കിട്ടൂല. നിന്നെയൊക്കെ ഞാൻ തിരിച്ചു പോറ്റുന്നത് എന്തിനാണ്? എനിക്കൊരാപത്ത് വന്ന് സഹായിക്കാൻ. എന്താപത്തെന്ന്? എടാ, ഈ കർഷക സംഘക്കാര് നാളായ നാട്ടിലെ പത്തായങ്ങൾ കുത്തി തുടർന്ന് നെല്ലെടുത്ത് വിതരണം ചെയ്യുകയാ. പുല്ലൂര് കുണ്ടൂരായ ഇല്ലത്ത് കരിന്തളത്ത് രാമനെടുക്ക മുതലൂര് കുഞ്ഞിക്കമ്മാരെടുക്ക. എന്തിനധികം പറയുന്നു? നീലേശ്വരത്തെ തെക്കൻ കോവിലത്തെ തമ്പുരാന്റെ നെല്ല് കൂടി കുഴിച്ചെടുത്തോ വന്നാല് ഈ കടാന കൊണ്ട് വെച്ചിട്ട് കൊടലില്ല. ആ വണ്ണാതിനെ കൊണ്ടല്ലേ അവരിവിടെ വരട്ടടാ വരട്ടെ. ഇങ്ങോട്ട് തന്നെ വരട്ടെ. കൊല്ലക്കടൻ ഈ കത്തിലാടിത്തുന്നത് അവശകടനൊക്കെ വലിയ പടം വന്നിട്ടേ. എടാ വണ്ണാഞ്ചിട്ടാ, നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതാണ് നിന്റെ ഒടിവിക്കയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ടാന്ന്. തർക്കിക്കാൻ ഞങ്ങളില്ല. ഈ വിഷുവിന് കണി കാണാൻ ഒരു മണ്ണിൽ നെല്ല് പോലും ഈ നാട്ടിലില്ല. അതുകൊണ്ട് നിങ്ങളെ പത്തായത്തിൽ നിന്ന് കുറച്ച് നെല്ല് ഈ പാവങ്ങൾക്ക് കൊടുക്കണം. എന്റെ പത്തായത്തിന് നെല്ല് കണ്ട തെണ്ടി